കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ട്രംപ് അമേരിക്ക 25% നികുതിയും അധിക പിഴയും ഏർപ്പെടുത്തിയത്. ഇതിന് ശേഷം സംഭവിച്ചൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. കാരണം പാകിസ്ഥാനുമായി അമേരിക്ക ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ ട്രംപ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളിൽ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണ്. അതുകൂടാതെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയിട്ട് വരും എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അജിംസ്, കഴിഞ്ഞ ദിവസം 2 കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്കെതിരെ അമേരിക്ക നടത്തിയൊരു പരാമർശം ഉണ്ടായിരുന്നു. ഇന്ത്യ അധിക നികുതി ചുമത്തും എന്നുള്ളതും പിഴ ചുമത്തും എന്നുള്ളത്. അതിനുശേഷം മോദി ലോക്സഭയിൽ നടത്തിയൊരു പരാമർശമുണ്ട്. ഒരു രാജ്യത്തെ നേതാവും അല്ല ഒരു രാഷ്ട്രീയക്കാരനും എന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കണമെന്ന്. ഇതിന് ശേഷമാണ് അമേരിക്കയുടെ ഈ നികുതി പ്രഖ്യാപനം വരുന്നതും പിന്നീട് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഇവർ ഈ ഒരു സഹകരണം കൂടിയിട്ട് വ്യക്തമാക്കുന്നതും. എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ ഡിപ്ലോമാറ്റിക് പൊസിഷൻ പരമ്പരാഗതമായി നമുക്കറിയാം, നമ്മളൊരു നോൺ അലൈൻഡ് കൺട്രിയാണ്. ചേരിചേരാ പ്രസ്ഥാനമായിരുന്നു USSR കോൾഡ് വാറിനിടയ്ക്ക്. നരസിംഹറാവുവിൻ്റെ കാലത്ത് നമ്മൾ കുറേ കൂടി പ്രോ അമേരിക്കൻ നിലപാടിലേക്ക് മാറി. കുറേ കൂടി, കാരണം USSR ഇല്ലാതായി, കുറേ കൂടി പ്രാഗ്മാറ്റിക്കായ ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ അമേരിക്കയുമായി അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള സാമ്പത്തിക ഉദാരീകരണ നടപടികളും ഇന്ത്യയിൽ ആരംഭിച്ചു. ഗ്ലോബലൈസേഷൻ്റെ പാർട്ടായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടു. ഇസ്രായേലിനെ അംഗീകരിച്ചു. ഇസ്രായേലിൻ്റെ എംബസി ഇന്ത്യയിൽ തുറന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായി ഡിപ്ലോമാറ്റിക്കലി. അത് ഏറെക്കുറെ ഒരു പ്രാഗ്മാറ്റിക്കായിട്ടൊരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ, പ്രായോഗികമായ നയതന്ത്ര സമീപന രീതി പിന്നീട് വാജ്പേയിയുടെ കാലത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ നമ്മൾ പിന്തുടർന്നു പോകുന്നു. ഇന്ന് നമ്മൾ എവിടെയാണ് എന്നാണ് ആലോചിക്കേണ്ടത്. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയോടൊപ്പമാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എതിരെ ഒരു പ്രസ്താവന ഇന്ത്യയിൽ നിന്നുണ്ടാവുന്നില്ല. അദ്ദേഹം 29 പ്രാവശ്യം ഞാനാണ് സീസ് ഫയർ നടത്തിയത് എന്ന് പറയുമ്പോഴും ട്രംപിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പോലും പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവുന്നില്ല. മറുവശത്ത് ഇപ്പോൾ അമേരിക്കൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയോട് അമേരിക്കയ്ക്കുള്ള ഡിസഗ്രിമെൻറ്റ്സ് എന്താണ്? ഒന്ന്, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു. ഇപ്പോൾ നേരത്തെ സുകേഷ് പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിനെക്കുറിച്ച് ഇന്ത്യയ്ക്ക് ഒരു ന്യായമുണ്ട്. ഇന്ത്യ പറയുന്നത് G7 നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രൈസ് ക്യാപ്പുണ്ട്. ആ പ്രൈസ് ക്യാപ്പിൽ താഴ്ത്തിയല്ല ഞങ്ങൾ എണ്ണ വാങ്ങുന്നത്, അതുകൊണ്ട് അത് ഇല്ലീഗലാണ് എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾ ആ സാങ്ഷൻ ലംഘിച്ചുകൊണ്ട് റഷ്യയെ സഹായിക്കുന്നതല്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുന്നതാണ് എന്നാണ് ഇന്ത്യയുടെ ന്യായം. പക്ഷേ അതിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ പറയുന്നത് ശരിയാണ്, ആ പ്രൈസ് ക്യാപ്പിന് താഴെ ഞങ്ങൾ വാങ്ങുന്നില്ല, കുറച്ചുകൂടി ഉയർത്തിയാണ് ഞങ്ങൾ വാങ്ങുന്നത്. പക്ഷേ വില കുറഞ്ഞ എണ്ണ ഞങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. അത് യഥാർത്ഥത്തിൽ റഷ്യയ്ക്ക് സഹായകരവുമാണ്. പക്ഷേ അതുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ? ഇന്ത്യക്കാർക്ക് ഇല്ല. ഇന്ത്യ എപ്പോഴും ഫ്യൂവൽ പ്രൈസ് എപ്പോഴും ആ 2022 മുതൽ മാറ്റമില്ലാതെ നിലനിർത്തുകയാണ്. അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്ന ആർക്കാണ്? ഇന്ത്യയിലെ റിഫൈനറികൾക്കും സർക്കാരിനും മാത്രമാണ് ഗുണം ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ഒരു പൗരനും 140 കോടി ജനങ്ങളും മറ്റൊരു പൗരനും അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുന്നില്ല. അപ്പോൾ അമേരിക്ക അതിൻ്റെ പേരിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുകയാണോ? അല്ല. റഷ്യയായിട്ടാൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഓയിൽ ഇന്ത്യയിൽ തന്നെ റിഫൈൻ ചെയ്ത് ഇന്ത്യ യൂറോപ്പിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞങ്ങൾ റിഫൈൻ ചെയ്ത് നൽകുന്ന ഓയിൽ യൂറോപ്യൻ കൺട്രീസ് വാങ്ങിച്ചാൽ അത് റഷ്യയ്ക്ക് ഗുണകരമല്ലേ? അങ്ങനെയാണെങ്കിൽ യൂറോപ്പിനെ വാങ്ങിക്കാതിരുന്നുകൂടെ എന്ന് ഇന്ത്യ ചോദിക്കുന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം. യഥാർത്ഥത്തിലുള്ള പ്രശ്നം ചൈനയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ദീർഘകാലം നിലനിന്ന US അഫ്ഗാൻ ടോക്ക് കാണുന്നു. US അഫ്ഗാൻ ടോക്ക് എന്ന് പറഞ്ഞാൽ താലിബാനുമായിട്ടുള്ള ടോക്ക് കാണുന്നു. പിന്നീട് അവിടെ താലിബാൻ അവിടെ ടേക്ക് ഓവർ ചെയ്തു. അമേരിക്ക അവിടെ നിന്ന് പിന്മാറി താലിബാൻ ടേക്ക് ഓവർ ചെയ്തു. ഈ എൻറ്റയർ പ്രോസസ്സിൽ ഇന്ത്യയുടെ റോൾ എന്തായിരുന്നു? ഇന്ത്യയോട് ആരും സംസാരിച്ചില്ല. ചൈന സംസാരിച്ചില്ല, അഫ്ഗാനിസ്ഥാൻ സംസാരിച്ചില്ല, US സംസാരിച്ചില്ല. ഒന്നാലോചിക്കുക, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി പവറാണ് ഇന്ത്യ. എന്നിട്ട് ഇന്ത്യ അതിലൊരു റോളുമില്ല, എന്നാൽ ചൈനയ്ക്ക് റോളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഈ മേശക്കടിയിലൂടെയുള്ള ധാരണ, അതായത് മിലിറ്ററി, എക്കണോമിക്കലി എല്ലാ രംഗത്തും അവർ തമ്മിൽ ധാരണയാണ്. എന്ന് മാത്രമല്ല, ഇവരുടെ എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് ഒരു തർക്ക പ്രദേശമായ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലൂടെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുള്ള കശ്മീരിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതെന്താണ്? ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈന പ്രത്യക്ഷമായി തന്നെ സഹായിച്ചു. സൈനികോപകരണങ്ങൾ നൽകി മാത്രമല്ല, ഡാറ്റ ഷെയറിംഗ് വഴിയും സഹായിച്ചു. അതായത് ബാറ്റിൽ ഗ്രൗണ്ട് ഡാറ്റ ഷെയറിംഗ് നടത്തി ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ സഹായിച്ച രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനയുടെ ഈ മേഖലയിലെ ഇൻഫ്ലുവൻസ് നമുക്കറിയാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം ചൈന വരുതിയിലാക്കി കഴിഞ്ഞു. ബംഗ്ലാദേശ് ആവട്ടെ, നേപ്പാൾ ആകട്ടെ, ശ്രീലങ്ക ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, മാൽഡീവ്സ് ആവട്ടെ, എല്ലാ രാജ്യങ്ങളെയും ചൈന ഇന്ത്യ ഒരർത്ഥത്തിൽ ഡിപ്ലോമാറ്റിക്കലി വളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ താല്പര്യം ഇടപെടുന്നത്. അതെങ്ങനെയാണ്? ഇന്ത്യയെ പിണക്കിയാൽ ചൈനയ്ക്കെതിരെയുള്ള
ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തിയാണ് ഇന്ത്യ. ഇന്ത്യയെ പിണക്കാൻ അമേരിക്ക തയ്യാറല്ല. ചൈനയ്ക്കെതിരെ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വേണം. അതേസമയം ചൈന പാകിസ്ഥാനുമായി കൈകോർക്കുന്നു. അവിടെ ഏകപക്ഷീയമായി ചൈനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ അമേരിക്ക തയ്യാറല്ല. അപ്പോൾ അവിടെ അമേരിക്ക ഇറങ്ങിക്കളിക്കുകയാണ്. ഈ ഇറങ്ങിക്കളിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, താരിഫ് വർദ്ധിപ്പിക്കും എന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയാണ് ട്രംപ്. ആ ഡീലിൽ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. പാകിസ്ഥാനും നല്ലതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കുണ്ട് എന്ന് പറയപ്പെടുന്ന ഓയിൽ റിസർവ് എക്സ്പ്ലോർ ചെയ്യാൻ അമേരിക്കൻ കമ്പനികൾ സഹായിക്കും. പകരം ഇവരുടെ ടാരിഫ് കുറച്ചു കൊടുക്കും. അത് ഒരർത്ഥത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ഗുണമാണ്. അതേസമയം തന്നെ ഈ ചൈനയിൽ നിന്നും സഹായമുണ്ട്. ചൈനയിൽ നിന്ന് അവർക്ക് ധാരാളമായി ലോൺ കിട്ടുന്നു. അവരുമായി ട്രേഡ് പാർട്ണർഷിപ്പുണ്ട്, സൈനിക സഹകരണമുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്, ഒരു മോണോപോളി ചൈനയ്ക്കും ഇല്ല അമേരിക്കയ്ക്കും ഇല്ലാത്ത രീതിയിൽ അവർക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക്കലി ഒരു കൃത്യമായ പൊസിഷനിൽ അവരെ സ്വയം പൊസിഷൻ ചെയ്യുകയാണ്. ഇവിടെ ഇന്ത്യയുടെ താല്പര്യം എന്താണ്? ഇന്ത്യയുടെ താല്പര്യം ഹനിക്കപ്പെടുകയാണ്. ഒന്ന്, ചൈനയുമായി നല്ല ബന്ധത്തിലല്ല, പാകിസ്ഥാനുമായി നല്ല ബന്ധത്തിലല്ല. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ട്രേഡ് വൈസ് അമേരിക്കയുമായി നല്ല ബന്ധത്തിലല്ല. ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലാണെന്നുള്ളതാണ്. ഈ ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നത് അത് ബോധപൂർവം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സിറ്റുവേഷനാണ്. അത് ഞാൻ പറയുന്നത് ഇന്ത്യ പരമ്പരാഗതമായി സ്വീകരിച്ച ഡിപ്ലോമാറ്റിക്കലി സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അത് വളരെ പ്രായോഗികമായ നിലപാട്. ഒരു സമയത്ത് ചേരിചേരാ നയം സ്വീകരിച്ചു. USSR ഇല്ലാതായപ്പോൾ കുറേ കൂടി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അമേരിക്കയോട് പൂർണ്ണ വിധേയത്വം കാണിക്കാതെ ബ്രിക്സ് ഉച്ചകോടി പോലുള്ള കൂട്ടായ്മകളുടെ ഭാഗമായി റഷ്യയുമായി സൈനിക സഹകരണം തുറന്നു. അങ്ങനെ വളരെ പ്രായോഗികമായൊരു ഡിപ്ലോമാറ്റിക് സമീപനം സ്വീകരിച്ച ഇന്ത്യ ഇന്ന് ആർക്കും വേണ്ടാത്ത രീതിയിൽ, അതാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. എല്ലാ രാജ്യങ്ങളും പഹൽഗാം അറ്റാക്കിൽ ടെററിസ്റ്റ് അപലപിച്ചു, ഒരു രാജ്യം പാകിസ്ഥാൻ അപലപിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ആർക്കുള്ള തിരിച്ചടിയാണ്? അത് ശരിയല്ലേ? എല്ലാവരും ടെററിസം ഭയങ്കര പ്രശ്നമാണ്, അതിൻ്റെ ഇരകൾക്ക് ഐക്യദാർഢ്യമാണ്, ഞങ്ങൾ ടെററിസത്തിനെതിരാണെന്ന് അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും എല്ലാവരും പറഞ്ഞു. ഒരു രാജ്യം പാകിസ്ഥാൻ അപലപിച്ചോ? അങ്ങനെ ആയിരുന്നില്ല മുമ്പ്. ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കശ്മീർ ഇഷ്യൂവിൽ, കശ്മീരിൽ നടക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കുകളെ സംബന്ധിച്ച് ധാരാളം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം അമേരിക്ക ഒരു പൊസിഷൻ എടുത്തിരുന്നു. അമേരിക്ക പറഞ്ഞത് എന്താണ്? പാകിസ്ഥാൻ ടെററിസ്റ്റുകൾക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നു. ഇത് അമേരിക്കയുടെ പരമ്പരാഗത പൊസിഷനാണ്. എന്ന് മാത്രവുമല്ല, ട്രംപ് ഫസ്റ്റ് അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യം ചെയ്ത കാര്യം എന്താണ്? പാകിസ്ഥാനുള്ള സൈനിക സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുകയാണ്. ഇതെന്താ അതിൻ്റെ കാരണം? ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാന് എതിരെ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീനുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് പേരിൽ മുമ്പ് റീഗൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പാകിസ്ഥാനുള്ള സാമ്പത്തിക സൈനിക സഹായം ഉപയോഗിച്ച് ആ പണം അവരുടെ ഇൻഹൗസ് ടെററിസ്റ്റുകളെ വളർത്താൻ ഉപയോഗിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നിട്ട് അതേ ട്രംപാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇവരുമായി ട്രേഡ് ഡീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കാണ് തിരിച്ചടി ഉണ്ടാകുന്നത്? അപ്പോൾ ഈ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം, ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അദ്ദേഹം ഒരു കരിയർ ഡിപ്ലോമാറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസിയെക്കുറിച്ച് കാര്യമായി അറിയാം. അദ്ദേഹത്തിന് ആ പണി അറിയാമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ പ്രഷറിനെ തുടർന്ന് അദ്ദേഹം ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലം മുതൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗ്ലോബൽ വേദികളിൽ സംസാരിക്കുന്നതിൽ കൂടുതൽ ഇൻഹൗസ് വേദികളിൽ സംസാരിക്കുന്നു. അദ്ദേഹം കണ്ണുരുട്ടുന്നു, കണ്ണു ചുമപ്പിക്കുന്നു. ഇന്ത്യ ആർക്കും തൊടാൻ കഴിയില്ല എന്നുള്ള വലിയ എന്താണ് പറയുക, ഫനാറ്റിക് എന്ന് തോന്നുന്ന രീതിയിലുള്ള എന്താണ് ഹിസ്റ്റീരിക് നാഷണലിസ്റ്റിക് മോഡിൽ അദ്ദേഹം സംസാരിക്കുന്നു. പക്ഷേ അന്താരാഷ്ട്ര വേദികളിൽ എന്താ സംഭവിക്കുന്നു? നമ്മൾ കൂടുതൽ ഒറ്റപ്പെടുന്നു. ഇപ്പോൾ അമേരിക്കയുമായി ഒരു ഡീൽ ഉണ്ടാക്കി ഈ പ്രശ്നം തീർക്കാം. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു ഭീഷണിക്ക് വഴങ്ങി നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. പക്ഷേ ആ ഡീൽ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്ത്യ പരമ്പരാഗതമായി സ്വീകരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ഒരു നയം അത് ഇന്ത്യൻ ആഭ്യന്തര വിപണിയിലും ഇന്ത്യൻ കർഷകർക്കും ദോഷകരമാവരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഈ ക്വാഡ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു IPEF എന്ന് പറയുന്നൊരു എക്കണോമിക് ഫ്രെയിംവർക്ക് കൊണ്ട് നിലവിലുണ്ട്. ഇന്ത്യ അതിൽ പങ്കാളിയാണ്. പക്ഷേ ഇന്ത്യ അതിൽ ട്രേഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പില്ലറിൽ പങ്കാളിയല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആഭ്യന്തരമായി നമുക്ക് നേരിടാവുന്ന തിരിച്ചടികൾ ഭയന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു ട്രേഡിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കർഷകർ കൂട്ടാത്മഹത്യ ചെയ്യേണ്ടി വരും, നമ്മുടെ MSMEകൾ മുഴുവൻ തകർന്നടിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഈ ക്രൈസിസ് മറികടക്കുമെന്ന് ചോദിച്ചാൽ, അത് മറികടക്കാൻ G7 ഉച്ചകോടിയിലോ G20 ഉച്ചകോടിയിലോ ആളുകൾ പോയിട്ട് ബോധപൂർവ്വം കെട്ടിപ്പിടിച്ചുകൊണ്ടോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടോ ഉമ്മ വെച്ചുകൊണ്ടോ കഴിയില്ല. അതിന് ആദ്യം വേണ്ടത് നമുക്കൊരു സോളിഡായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് വാല്യൂ സിസ്റ്റം വേണം. അത് നമുക്ക് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നു, അത് കളഞ്ഞു കുടിച്ചെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. മറ്റൊന്ന്, ഇച്ഛാശക്തിയോടെ പൊളിറ്റിക്കൽ വില്ലോടുകൂടി ഇത്തരം ക്രൈസിസിനെ നേരിടാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഡിപ്ലോമാറ്റുകൾക്ക് കൊടുക്കണം, നമ്മുടെ സൈന്യത്തിന് കൊടുക്കണം. ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഡിപ്ലോമസിയെയും സൈന്യത്തെയും ഉപയോഗിക്കരുത് എന്നാണ് നരേന്ദ്രമോദിയോട് പറയാനുള്ള ഒരേ ഒരു കാര്യം. പ്രേമ സാറേ, കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഈ വ്യാപാര സംബന്ധമായ ചർച്ചകൾ നടന്നു വരുമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്ക
ഇത്തരത്തിൽ തീരുവ ചുമത്തുന്ന കൂടിയിട്ട്. ഒപ്പം തന്നെയാണ് ഈ പാകിസ്ഥാനുമായിട്ടുള്ള അവരുടെ സഹകരണം കൂടിയിട്ട് ഇന്ത്യയെ എത്രമാത്രം ആശങ്കയിലാഴ്ത്തുന്നതായിരിക്കും ഇത്. അത് വളരെ സ്ഫുടമായും വളരെ കൃത്യമായും അജിംസ് പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ കാലത്തെ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളുടെ ഒരു ചരിത്രവും അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴനുഭവിക്കുന്നത് ഈ ഒറ്റപ്പെടൽ എന്ന് മാത്രമല്ല, വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ഒരുപാട് ഈ പുതിയ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ മോദി സർക്കാരിന് ശേഷമുള്ള നമ്മുടെ നയതന്ത്ര സമീപനങ്ങളുടെയും വിദേശ ബന്ധത്തിൻ്റെയൊക്കെ ഒരുപാട് പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്താണ് പിന്നെ ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാണം കെട്ട് പോകുന്ന തരത്തിലുള്ള കമൻസ് ആണല്ലോ അയാൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് പോകും, അല്ലെങ്കിൽ വേണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്കും എണ്ണ വിൽക്കും എന്ന് പറയാണ്. അപ്പോൾ അത് വാസ്തവം നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താ ഉള്ളത്? അതിലൊന്നുമില്ല. ഇന്ത്യയായിട്ട് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എണ്ണ നിക്ഷേപം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരിസരത്ത് എങ്ങും പോലും ഇല്ലാത്തതാണ് പാകിസ്ഥാൻ. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലെങ്ങാനും കുറച്ച് എണ്ണ നിക്ഷേപം ഓഫ്ഷോർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള കുറേ പിന്നെ എക്സ്കവേഷൻ അതാണിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. പുതിയ കമ്പനികളെ അവർക്ക് വിട്ടുകൊടുക്കുക, ആ കമ്പനികൾ അവിടുന്ന്. പക്ഷേ അതിൻ്റെ തന്നെ ഒരു ക്വാണ്ടിറ്റിയെക്കുറിച്ചോ ഒന്നും ആർക്കും ഒരു പിടിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുകയാണ്, ഇപ്പോൾ കുറച്ചുകൂടി പഴയ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ 4.8 ബില്യൺ ആണ് ഇന്ത്യൻ പിന്നെ എന്താ പറയുക ഒരു നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ കഴിയുന്ന പിന്നെ ഒരു എന്താ പറയുക ബാരൽസ് പെർ ഡേ എന്ന് പറയുന്നതിൻ്റെ കണക്ക് വെച്ച് നോക്കുക. അതിൻ്റെ ഒരു വളരെ ചെറിയൊരു ശതമാനം, പിന്നെ 130,000 അങ്ങനെ എന്തൊക്കെയാണ് ഈ പാകിസ്ഥാൻ്റേതായിട്ടുള്ളത് ഉള്ളത്. അതെന്ന് വെച്ചാൽ ഇത് എണ്ണ നിക്ഷേപങ്ങളുടെ ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെവിടെയും ഇല്ലാത്തൊരു രാജ്യമാണ്. പിന്നെ ഇനിയിപ്പോൾ ഈ പുതുതായി കണ്ടെത്തിയ ഒരു സാധനം വെച്ചിട്ടുള്ള പിന്നെ എണ്ണ പുതുതായിട്ടുള്ള എണ്ണ കുഴിച്ചെടുക്കാൻ കഴിഞ്ഞാൽ തന്നെയും അത് എത്ര കണ്ട് പിന്നെ ഇന്ത്യയായിട്ട് കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് വരുന്നുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രശ്നം എവിടെയാണ്? നമുക്ക് ഇറക്കുമതിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അത് പാകിസ്ഥാനും ഉണ്ട്, ഇന്ത്യക്കും ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ അത്രയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനില്ല, കൺസംഷൻ വൈസ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരുപക്ഷെ ഒരു പിന്നെ വിലപേശലിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അത് തന്നെയാണ്. മിഡിൽ ഈസ്റ്റിനെയാണ് രണ്ടു കൂട്ടരും കൂടുതൽ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ യുഎസിന് ഈ പറയുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ സാധിക്കുന്ന വിധത്തിൽ വന്ന മാറ്റം പൊളിറ്റിക്കലാണ് എന്നുള്ളത് അറിയാം. അതൊരു ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാറ്റമാണ്. ഇപ്പോൾ അജിംസ് വിശദീകരിച്ചു, ഞാൻ അതിനകത്ത് പോകുന്നില്ല. അപ്പോൾ അവിടെ ഇനി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതി എന്താണ് ഇന്ത്യ ഇപ്പോൾ ഇന്നത്തെ തന്നെ ഇതിനോടുള്ള പ്രതികരണം എന്താണ്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള നിലയിലുള്ള ഒരു പ്രതികരണമല്ലാതെ ഒന്നും തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എവിടെ നിന്നും വന്നിട്ടില്ല. ഈ 25% ടാരിഫ് ഏർപ്പെടുത്തിയതും ഈ പിഴ ഏർപ്പെടുത്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് പോലും വളരെ നിർമ്മമായിട്ടുള്ള ഒരു പിന്നെ ഇത് പ്രതികരണം മാത്രമുണ്ട്. ഇന്ത്യക്കൊന്നും കഴിയില്ല. അതിനപ്പുറത്തേക്കുള്ളൊരു പിന്നെ ഏത് നിലയ്ക്കാണ് അതിനോട് വളരെ കണിശമായി പ്രതികരിക്കാൻ കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ പ്രത്യേകിച്ച് ചൈനയുടെ ഒരു നിലപാടും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് മുന്നിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ട്രംപിനെ ഈ ട്രേഡ് പാക്റ്റിലേക്ക് ഇനി എങ്ങനെ പോകുന്നു, അതിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതി നമുക്ക് നഷ്ടം വരാതെയെങ്കിലുമുള്ള ഒരു സാധനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ. അതേസമയം നമ്മളെ സംബന്ധിച്ചിപ്പോൾ ബ്രിട്ടനുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ട്രേഡ് പാക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലവിൽ വന്ന സാധനങ്ങൾ അതിലൊക്കെ നമുക്ക് പുലർത്താൻ കഴിയുന്ന തരത്തിലുള്ള വിൻ സാധനങ്ങൾ യുഎസുമായിട്ട് പറ്റുന്നില്ല. അത് ഈ പറഞ്ഞ ഒരു വെറുതെ നമ്മൾ പൊക്കി പറയുകയാണ്. എന്നുവെച്ചാൽ നരേന്ദ്രമോദി ഒരു ലോക നേതാവ്, അവിടെ പോയാൽ അങ്ങനെയാണ്, ഇവിടെ പോയാൽ ഇങ്ങനെയാണ്, 10-70 രാജ്യങ്ങളിൽ പോയിട്ട് വലിയ സംഭവം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളുടെ കാര്യം അത്ര ശുഭകരമല്ല എന്ന് തന്നെ വേണം പറയാൻ. അതെ, ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇത്തരത്തിൽ എണ്ണ ഇറക്കുമതിയെ വളരെ ആശ്രയിക്കാൻ കൂടി ചെയ്യുന്നതാണ്. ട്രംപ് പറയുന്ന പോലെ ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമോ അറിയില്ല, നമുക്ക് കാത്തിരിക്കാം.